ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനിലെ കമ്പഷൻ പ്രോസസ്സാണ്. ഇതിൽ നോർമൽ കമ്പഷൻ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഗ്രാഫ് വിലയിരുത്തി. അതേപോലെ തന്നെ അബ്നോർമൽ കമ്പഷന് അതിലെ നോക്കിംഗ് അതുപോലെ തന്നെ ഓർ ഡിറ്റണേഷൻ ഡിസ്കസ് ചെയ്തു. സോ അതുമായി ബന്ധപ്പെട്ട് അതിനെ നോക്കിങ്ങിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് സർഫസ് ഇഗ്നീഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സർഫസ് ഇഗ്നീഷൻ ഇതുവരെയുള്ള നോർമൽ കമ്പഷൻ്റെയും അതേപോലെ തന്നെ നോക്കിംഗ് എന്ന ഫിനോമിനൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്പഷൻ പ്രോസസ്സാണ് സർഫസ് ഇഗ്നീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കമ്പഷനാണ്. ആക്ച്വലി ഒരു എഞ്ചിനിൽ വേണ്ടത്, ഒരു നല്ല എഞ്ചിനിൽ വേണ്ടത് നോർമൽ കമ്പഷനാണ്. നോക്കിംഗ് ഒരിക്കലും ഒരു എഞ്ചിനിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ സർഫസ് ഇഗ്നീഷനും ഇതും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. സർഫസ് ഇഗ്നീഷനും നോക്കിംഗ് എന്നൊക്കെ പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള കമ്പഷനാണ്, അസാധാരണമായിട്ടുള്ള കമ്പഷൻ. അതൊന്നും നടക്കാൻ പാടില്ല. അപ്പോൾ സർഫസ് ഇഗ്നീഷനിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രീ ഇഗ്നീഷൻ ആൻഡ് പോസ്റ്റ് ഇഗ്നീഷൻ. പ്രീ ഇഗ്നീഷനും പോസ്റ്റ് ഇഗ്നീഷനും അത് എന്താണെന്ന് നമുക്ക് നോക്കാം. So, surface ignition. Surface ignition is defined as the initiation of flame front by a hot surface other than spark. The hot surface may be spark plug electrode, exhaust valve head, any hot deposits on the combustion chamber, etc. Mostly, surface ignition is due to carbon deposits. Surface ignition is of two types, pre-ignition and post-ignition. Pre-ignition happens before the normal ignition and post-ignition happens after normal ignition. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, സാധാരണ ഒരു എൻജിനിൽ കമ്പഷൻ നടക്കുക സ്പാർക്ക് ഉണ്ടാവുമ്പോഴാണ്, അല്ലേ? സ്പാർക്ക് ഉണ്ടാവുന്ന സമയത്താണ് കമ്പഷൻ സംഭവിക്കുന്നത്. അതേസമയം സ്പാർക്ക് അല്ലാതെ സ്പാർക്കല്ലാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കമ്പഷൻ നടക്കുന്ന അതിനെയാണ് വിളിക്കുന്ന പേരാണ് സർഫസ് ഇഗ്നീഷൻ. അപ്പോൾ സ്പാർക്കല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് കമ്പഷൻ ഉണ്ടാവുക? സ്പാർക്കല്ലാതെ ഒരു കമ്പഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ട് സർഫസ് വേണം, അല്ലേ? ഒരു ഹോട്ട് സർഫസ് വേണം. എന്തെല്ലാമാണ് ആ ഹോട്ട് സർഫസ്? ഏതെല്ലാമാണ് ആ ഹോട്ട് സർഫസ് നോക്കാം. അത് പ്രധാനമായിട്ടും വരുന്നത് സ്പാർക്ക് പ്ലഗിൻ്റെ ഇലക്ട്രോഡ്. ഇപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ ഇത് സ്പാർക്ക് പ്ലഗാണ്. സ്പാർക്ക് പ്ലഗിന് ഒരു സെൻട്രൽ ഇലക്ട്രോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഉണ്ടാവും. അപ്പോൾ ആ ഇതൊക്കെ ഇങ്ങനെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇലക്ട്രോഡൊക്കെ മെറ്റലാണല്ലോ. സെൻട്രൽ ഇലക്ട്രോഡായാലും ഗ്രൗണ്ട് ഇലക്ട്രോഡായാലും ഒക്കെ മെറ്റലാണ്. ആ മെറ്റല് അങ്ങനെ നല്ല ചൂടായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും. കാരണം ഇത് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ആ ഇലക്ട്രോഡൊക്കെ ഉണ്ടാവുക, അല്ലേ? ഗ്രൗണ്ട് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും ഒക്കെ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. കമ്പഷൻ നടക്കുന്ന സ്പേസ്, ഇവിടൊക്കെ കമ്പഷൻ നടക്കുന്ന സ്പേസാണ്. ഇവിടൊക്കെ ഇതൊക്കെ അടക്കം ഈ ഇലക്ട്രോഡ് അടക്കം കമ്പഷൻ നടക്കുന്നതാണ്. എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അത് മാത്രമല്ല, അപ്പോൾ ഇങ്ങനെ ഈ കമ്പഷൻ നടക്കുന്ന ഭാഗത്താണ് ഈ ഇലക്ട്രോഡുകളുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഹോട്ട് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക, നല്ല ഹോട്ട് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു ഹോട്ട് സർഫസ് ആണ്. അപ്പോൾ ആ സർഫസ് കാരണം സ്പാർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചിലപ്പം
ഇങ്ങനെയുള്ള ഹോട്ട് സർഫസ് കാരണം അവിടെ കമ്പഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു ഹോട്ട് സർഫസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്പാർക്ക് പ്ലഗ് ഇലക്ട്രോഡാണ്. സ്പാർക്ക് പ്ലഗ് തന്നെയാണ് ഒരു ഇതായിട്ട് കാണാൻ പറ്റുക. കാരണം അവിടുന്ന് ഇങ്ങനെ എയർ ഫ്യൂൽ മിക്സ്ചർ അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് ആ ചൂട് കാരണം അത് കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. സ്പാർക്ക് കൊടുത്തതിന് ശേഷമാണ് സ്പാർക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ കമ്പഷൻ നടക്കുമ്പോഴാണ് അതിനെ പ്രീ ഇഗ്നിഷൻ എന്ന് വിളിക്കുക. സ്പാർക്ക് കൊടുത്തതിന് ശേഷം വേറെ കത്താതിരിക്കുന്ന ഭാഗങ്ങൾ വീണ്ടും ഇതേ ഹോട്ട് സർഫസ് കൊണ്ട് കത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഇഗ്നിഷൻ. എനിവേ, അപ്പോൾ സ്പാർക്ക് പ്ലഗ് എന്താണ്, ഒരു ഹോട്ട് സർഫസ് ആണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഹോട്ട് സർഫസ് ആണ് എന്ത്, വാൾവ് ഹെഡ്, എക്സോസ്റ്റ് വാൾവ്. ഇവിടെ തീർച്ചയായിട്ടും എക്സോസ്റ്റ് വാൾവ് ഉണ്ടാവുമല്ലോ. എക്സോസ്റ്റ് വാൾവ് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ എക്സോസ്റ്റ് വാൾവിൻ്റെ ആ ഹെഡ് എന്തായാലും ഇതുമായിട്ട് ഈ കമ്പഷൻ നടക്കുന്ന ഭാഗവുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ആ എക്സോസ്റ്റ് വാൾവ് കാരണമായിട്ടും എന്ത് കാരണമാവും, അത് ഹോട്ട് സർഫസ് ആണ് അതും. അപ്പോൾ അതും ഒരു കമ്പഷന് കാരണമാവും. അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇൻലെറ്റ് വാൾവ് പൊതുവെ എന്താണ്, അതിലൂടെ ഇങ്ങനെ ഇൻലെറ്റ് വാൾവിൻ്റെ മുകളിലൂടെ, ഇവിടെ ഇപ്പോൾ ഇൻലെറ്റ് വാൾവ് ഉണ്ടെങ്കിൽ ആ ഇൻലെറ്റ് വാൾവിൻ്റെ മുകളിലൂടെ ഒക്കെ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ വരുന്ന സമയത്ത്, എയർ ഫ്യൂൽ മിക്സ്ചർ അതിലൂടെയാണല്ലോ വരിക. അപ്പോൾ വരുന്ന സമയത്ത് അതിനെ വാൾവിനെ അത് തണുപ്പിക്കും. അപ്പോൾ പിന്നെ അതൊരു ഹോട്ട് സർഫസ് ആയി മാറാനുള്ള ചാൻസ് കുറവാണ്. അതേസമയം എക്സോസ്റ്റ് വാൾവും സ്പാർക്ക് പ്ലഗും ഒന്നും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഹോട്ട് സർഫസ് ആണുള്ള കാരണം. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഹോട്ട് സർഫസ് ആണ് ഈ കാർബൺ ഡെപ്പോസിറ്റ്. എൻജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള, ഇപ്പോൾ ഇവിടെയും ഈ ഒരു കോർണറിലും അവിടെയും ഇവിടെയൊക്കെ കാർബണിൻ്റെ ഡെപ്പോസിറ്റുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാർബൺ ഡെപ്പോസിറ്റ് കാരണം, അതേപോലെ തന്നെ പിസ്റ്റൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാർബൺ ഡെപ്പോസിറ്റും അതിങ്ങനെ കുറേ കാലം ഇങ്ങനെ വർക്ക് ചെയ്ത് അതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ആ ഡെപ്പോസിറ്റ് ഓരോ സൈക്കിൾ കഴിയുമ്പോൾ ഇങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു കാർബണിൻ്റെ ഒരു ഭാഗം ഹോട്ട്സ്പോട്ടായിട്ട് മാറും. കാർബണിൻ്റെ ഒരു ഭാഗം ഹോട്ട്സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഹോട്ട്സ്പോട്ട് ഈ എയർ ഫ്യൂൽ മിക്സ്ചറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഒരു കമ്പഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഹോട്ട് സർഫസുകൾ അല്ലെങ്കിൽ ഹോട്ട് സ്പോട്ടുകൾ. സർഫസ് ഇഗ്നീഷൻ നടക്കാനുള്ള, സർഫസ് ഇഗ്നീഷന് കാരണമാകുന്ന ഹോട്ട് സ്പോട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. ഓക്കെ, ഇനി പ്രീ ഇഗ്നീഷൻ എന്താ നോക്കാം. പ്രീ ഇഗ്നീഷൻ ഈസ് ദ ഇഗ്നീഷൻ ഓഫ് ദ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ചാർജ് ആസ് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ ഹോട്ട് സർഫസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പാർക്ക്. ഓട്ടോ ഇഗ്നീഷൻ മേ ഓവർഹീറ്റ് ദ സ്പാർക്ക് പ്ലഗ് ആൻഡ് എക്സോസ്റ്റ് വാൾവ് ആൻഡ് ഇറ്റ് റിമെയിൻസ് ഹോട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രീ ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, മുന്നേ നടക്കുന്നതാണ്. എന്തിൻ്റെ മുന്നേ? ആക്ച്വലി ഒരു സ്പാർക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു കമ്പഷൻ നടക്കുക എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഇഗ്നീഷൻ. സപ്പോസ് നമ്മളെ ആ എൻജിനിൽ ഇപ്പോൾ പിസ്റ്റണാണ്. ഈ പിസ്റ്റണ് കംപ്രഷൻ ഷോക്കാണ് കേട്ടോ. കംപ്രഷൻ ഷോക്കിൽ പിസ്റ്റൺ TDCന്ന് BDCയിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്, ഇവിടെ സ്പാർക്ക് ഉണ്ടല്ലോ, സ്പാർക്ക് പ്ലഗ് ഇവിടെ ഉണ്ട്. ആക്ച്വലി എപ്പോഴാണ് സ്പാർക്ക് കൊടുക്കുക? ഇത് TDC, ഇവിടെ TDC ആണെന്ന് വെച്ചോ, ഇത് BDC ആണെന്ന് വെച്ചോ. ഓക്കെ, BDC ഇവിടെ BDC ഒക്കെ പാസ് ചെയ്തു നേരെ TDCയിലോട്ട് പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ കറക്റ്റിൽ കുറച്ച് TDC എത്തുന്നതിൻ്റെ ഒരു 10, 20, 30 ഡിഗ്രി മുന്നേ സ്പാർക്ക് കൊടുക്കും അല്ലേ. അങ്ങനെയാണ് കമ്പഷൻ നടക്കുന്നത്. എന്നാൽ പിസ്റ്റൺ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ട് ആക്ച്വലി സ്പാർക്ക് കൊടുക്കുന്ന സമയത്തിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ കമ്പഷൻ നടക്കും. അതെങ്ങനെ? സ്പാർക്ക് കൊടുത്തിട്ടില്ല, സ്പാർക്ക് ഇപ്പോൾ ഈ പോയിന്റിലാണ് കൊടുക്കുകയെന്ന് വെച്ചോ, സ്പാർക്ക് ഇപ്പോൾ പിസ്റ്റൺ ഇവിടെ എത്തുമ്പോഴാണ് കൊടുക്കുകയെന്ന് വെച്ചോ. ഇതാണ് സ്പാർക്ക് കൊടുക്കുന്ന പോയിന്റ് എന്നൊക്കെ. എന്നാൽ പിസ്റ്റൺ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അവിടെ കമ്പഷൻ സംഭവിക്കും. അതെങ്ങനെ? സ്പാർക്ക് കൊടുക്കാതെ കമ്പഷൻ നടക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
ഈ ചില ഹോട്ട്സ്പോട്ടുകൾ കാരണം അവിടെ അത് കമ്പഷൻ നടക്കും. കാരണം ഇങ്ങനെ കംപ്രസ് ചെയ്തുകൊണ്ട് എയർ ഫിൽ മിക്സറിനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും? കമ്പഷൻ സംഭവിക്കും. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രീ ഇഗ്നീഷൻ. എന്നിട്ട് ഇവിടെയൊക്കെ കമ്പഷൻ കൊടുത്ത് അതിന് ശേഷം പിസ്റ്റൺ ഇവിടെ എത്തിയതിൻ്റെ ശേഷമായിരിക്കും പിന്നെ സ്പാർക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ആക്ച്വലി അവിടെ ഒരു കമ്പഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്പാർക്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഹോട്ട്സ്പോട്ട് കാരണം സിലിണ്ടറിൻ്റെ ഉള്ളിൽ കമ്പഷൻ നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഇഗ്നീഷൻ. എന്താണ്? പ്രീ ഇഗ്നീഷൻ. ഓക്കെ. പിന്നെ ഈ പ്രീ ഇഗ്നീഷന് ഇനി അതേപോലെ തന്നെ ആക്ച്വലി സ്പാർക്ക് കൊടുത്തതിൻ്റെ ശേഷം ഇൻ കേസ് സ്പാർക്ക് കൊടുത്ത് കമ്പഷൻ നടന്നു, അതിൻ്റെ ശേഷം വീണ്ടും ഈ ഹോട്ട്സ്പോട്ട് കാരണമൊക്കെ ഒരു അൺബേൺഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എയർ ഫ്യൂൽ മിക്സ്ചറൊക്കെ കത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഇഗ്നീഷൻ. അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. പ്രീ ഇഗ്നീഷനാണ് പ്രശ്നമുള്ള കാര്യം. കാരണം മാക്സിമം പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു കമ്പഷൻ നടക്കുകയാണ്. അപ്പോൾ അതൊരു പവർ ലോസിന് കാരണമാവും. ഓക്കെ. പിന്നെ അതിൻ്റെ എഫക്റ്റുകൾ എന്താ നോക്കാം. പ്രീ ഇഗ്നീഷൻ്റെയും പോസ്റ്റ് ഇഗ്നീഷൻ്റെ ഒക്കെ എഫക്റ്റുകൾ. അത് പ്രധാനമായിട്ടുള്ളത് റൺ ഓൺ സർഫസ് ഇഗ്നീഷൻ. റൺ ഓൺ സർഫസ് ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അതിൻ്റെ എഫക്റ്റുകൾ. അപ്പോൾ റൺ ഓൺ സർഫസ് ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എൻജിൻ കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് വെൻ ഇഗ്നീഷൻ സിസ്റ്റം ഈസ് സ്വിച്ച്ഡ് ഓഫ്. ചില ബൈക്കുകളൊക്കെ ബൈക്കോ അല്ലെങ്കിൽ കാറും കാര്യങ്ങളൊക്കെ കാർബറേറ്റർ വണ്ടിക്കാണ് അധികം ഉണ്ടാവില്ല കേട്ടോ. എൻജിൻ ഓഫാക്കി കഴിഞ്ഞാലും ചിലപ്പം കുറച്ച് നേരം കൂടി ഇങ്ങനെ വണ്ടി ഓടില്ല, എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ ഹോട്ട്സ്പോട്ട് കാരണമാണ്. നമ്മൾ ഇപ്പോൾ ഇഗ്നീഷൻ കീ ഓഫാക്കും. ഇഗ്നീഷൻ കീ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ സ്പാർക്ക് ഒരിക്കലും വരില്ലല്ലോ. സ്പാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത് എൻജിൻസ് വർക്കിംഗ് നടക്കണേ? ഈ ഹോട്ട്സ്പോട്ട് കാരണമാണ്. ഹോട്ട്സ്പോട്ട് കാരണം അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഹീറ്റ് കുറയുന്ന സമയത്താണ് അത് ഓഫാകുന്നത്. ഇനി റണ്ണവേ സർഫസ് ഇഗ്നീഷൻ. റണ്ണവേ സർഫസ് ഇഗ്നീഷൻ ആണ് രണ്ടാമത്തെ. റണ്ണവേ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സീരിയസ് കേസ് ഓഫ് സർഫസ് ഇഗ്നീഷൻ ഇൻ വിച്ച് the source of surface ignition get heated up in every cycle and a series of earlier and early pre-ignition is set up. This may lead to disastrous results such as melting of piston or the engine catching fire etc. എന്ന് പറഞ്ഞാൽ ആ ഹോട്ട്സ്പോട്ട് അതങ്ങനെ തീരുന്നില്ല. ഹോട്ട്സ്പോട്ട് വീണ്ടും ഇങ്ങനെ ഹീറ്റായിക്കൊണ്ട് ഇരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കമ്പഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റണ്ണവേ സർഫസ് ഇഗ്നിഷൻ. അവിടെ ഒരിക്കലും നിൽക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതാണ് റണ്ണവേ. ഇനി അതേപോലെ തന്നെ ഇതിന് വേറെ പേരാണ് കേട്ടോ. ഈ റണ്ണോണിൻ്റെ വേറൊരു പേരാണ് ഡീസലിംഗ്. ഡീസലിംഗ് എന്നും കൂടി ഒരു പേരുണ്ട്, ഡീസലിംഗ്. ഓക്കെ. അടുത്തത് വൈൽഡ് പിങ് ആണ്. വൈൽഡ് പിങ് എന്ന് പറഞ്ഞാൽ knock which is very sharp and occurs in a particularly erratic and unpredictable way. Probable reason for wild ping is fragments of glowing deposits moving erratically through the combustion chamber cause ignition now and then. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക അൺപ്രഡിക്റ്റബിൾ ആണ്. അത് എങ്ങനെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയോ പാർട്ടിക്കിൾസൊക്കെ ഇതിലൂടെ ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു എന്താ പറയുക, ഇങ്ങനെ അതിനൊരു പേരുണ്ടല്ലോ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കനലിനൊക്കെ വിചാരിക്കുക. അങ്ങനെയുള്ള കനലുകളൊക്കെ ഉള്ള പോലെ ഒരു അവസ്ഥ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങൊക്കെ എൻജിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പഷൻ അവിടെ നടക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വൈൽഡ് പിങ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഡെഫിനിഷൻ ഇല്ല. ഓക്കെ. റംബിൾ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ ഒരേ സമയം ഇത് സിലിണ്ടർ ആണെങ്കിൽ ഇപ്പോൾ സാധാരണ ഇതിൽ സ്പാർക്ക് കൊടുത്തുമ്പോൾ ഇവിടെ നിന്നാണ് കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ കംപ്ലീറ്റ് പരന്ന് കിടക്കും, സ്പ്രെഡ് ആവും. അതേസമയം ഈ റംബിൾ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പഷൻ നടക്കും, വേറൊരു സ്ഥലത്ത് ഒരു കമ്പഷൻ, ഇവിടെ ഒരു കമ്പഷൻ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള
പോയിന്റുകളിൽ ഒരേ സമയം കമ്പഷൻ നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റംബിൾ. അപ്പോൾ അതൊക്കെ ഈ പ്രീ ഇഗ്നിഷൻ കാരണമായിട്ട് അതിൻ്റെ എഫക്റ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പ്രീ ഇഗ്നിഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ എഫക്റ്റുകളാണ്. ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഈ പ്രീ ഇഗ്നിഷൻ ഉണ്ടായാൽ. ഓക്കെ, അപ്പോൾ ignition occur at a number of points in the combustion chamber, either before or after the normal spark, and the fuel will burn like a heavy explosion. The pressurize rapidly to a high value, resulting heavy engine vibration and noise. എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പാർക്കിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ സ്പാർക്കിൻ്റെ ശേഷമോ ഒക്കെ വിവിധ നമ്പർ മൾട്ടിപ്പിൾ പോയിന്റുകളിൽ ഇഗ്നിഷൻ സംഭവിക്കുന്നതിന് ഇഗ്നിഷൻ സംഭവിച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ അത് കാരണമാകുന്നു. ഈ ഹെവി എക്സ്പ്ലോഷനെ വിളിക്കുന്ന പേരാണ് റംബിൾ. ഇത് കാരണം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, എൻജിൻ്റെ വൈബ്രേഷനും ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.